അപ്പൊ ചിക്കൻ കറി എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാനി ചിക്കൻ കറി നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? എന്നാ വരും നമുക്ക് ഇപ്രാവശ്യം നല്ല പാകിസ്ഥാനി ചിക്കൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പൊ അതിനാദ്യം വേണ്ട സാധനങ്ങൾ നമ്മളെ മെയിൻ ആയിട്ടുള്ള ഉള്ളി, പിന്നെ വേണ്ടത് തക്കാളി. ഇതെല്ലാം നല്ല ചെറുതായിട്ട് അരിയുന്നതായിരിക്കും ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. പിന്നെ കുറച്ച് പച്ചമുളകും കൂടി എടുത്തു കഴിഞ്ഞാൽ സെറ്റ്. പിന്നെ കുറച്ച് കുഞ്ഞു ജീരകം, പട്ട, ഗ്രാമ്പു, പിന്നെ കുറച്ച് ഏലക്ക. ഇതൊക്കെ എടുത്ത് നമുക്ക് സെറ്റ് ആക്കി വെക്കാം. പിന്നെ നമുക്ക് വേറൊരു ബൗളിന്റെ അകത്ത് കുറച്ച് കസ്തൂരി മേത്തി, കുറച്ച് ഗരം മസാല പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇച്ചിരിയും കൂടി കളർന്ന് നല്ലതാണ്. പിന്നെ അതിനകത്ത് കുറച്ച് കേടും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെറ്റ് ആക്കി വെക്കാം. ഇതാണ് നമ്മുടെ മെയിൻ കറിയിലുള്ള മസാല. അടുത്തതായിട്ട് നമ്മുടെ മെയിൻ താരം ചിക്കൻ ഇറക്കാം. ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മുടെ കറിയിലേക്ക് കയറാനുള്ള ഫുൾ പ്രിപ്പറേഷനായി. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇത് മറന്നുപോലെ ഇഞ്ചി ഗാർലിക് നിങ്ങൾക്ക് ഇങ്ങനെ ചതച്ചിട്ടിടാം, അല്ലെങ്കിൽ വേണമെങ്കിൽ സാധാരണ മുറിച്ചിട്ടിടാം. നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ ഓപ്ഷനാണ്. പിന്നെ മല്ലിയില നമുക്ക് ലാസ്റ്റ് ഗാർണിഷിങ്ങിനാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പാൻ എടുക്കാം. അതിനകത്ത് ഇപ്രാവശ്യം നമ്മൾ ഗീ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അധികം ആരും ഗീ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ഗീയിലൊന്നും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കും, ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അതിനകത്ത് നമ്മൾ കുറച്ച് ചെറുജീരകം, പട്ട, ഗ്രാമ്പോ, ഏലക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിന്റെ പച്ചമണം ഒക്കെ ഒന്ന് നന്നായി മാറിയതിനു ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഈ സ്പൈസസിലും ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലും ആദ്യം ഒന്ന് നന്നായി സോട്ട് ചെയ്ത് ഗീ ഒക്കെ ഒന്ന് കുടിച്ചു വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഇതൊക്കെ നമ്മുടെ ചിക്കനിൽ നന്നായി പിടിക്കണം. ഈ ചിക്കൻ ഇപ്പൊ കാണുന്നില്ലേ ഒരു പിങ്ക് ഷെയ്ഡ് ആയിട്ടല്ലേ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നത്. ഇത് നന്നായി സോട്ട് ചെയ്ത് കുറച്ചൊരു ഹാഫ് കുക്ക് ആവുമ്പം ഇത് ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് പോകും. അതാണ് അതിന്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യുന്നത്, എസ്പെഷ്യലി ബാച്ചിലേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അസൽ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മറ്റു ചപ്പാത്തിന്റെ കൂടിയോ പൊറോട്ടയുടെ കൂടിയോ എന്തിന്റെ കൂടെ ഫ്രൈഡ് റൈസിന്റെ കൂടെ ഒക്കെ പോകുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു വൈറ്റ് ഷെയ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അകത്ത് ഇനി ചോപ്പ് ചെയ്ത് വെച്ച ഓണിയൻസും ചില്ലീസും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്യാം. ഞങ്ങളൊരു ഫ്രണ്ടാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കി തന്നത്. പക്ഷെ അത് കഴിച്ചപ്പോൾ തൊട്ട് ഞങ്ങൾ ഈ കറിയുടെ ഒരു ഫാൻ ആയി എന്ന് വേണം പറയാൻ. ഇനി അടുത്തതായിട്ട് നമുക്ക് തക്കാളി എടുക്കാം. തക്കാളി ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി, ഇളക്കാതെ മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം ഈ തക്കാളിയുടെ ജ്യൂസ് മൊത്തം ആ കറിയിലേക്ക് അങ്ങ് ഇറങ്ങി വരണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. കണ്ടില്ലേ, ഇതാണ് അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി. അപ്പോഴേക്കും ചിക്കനിലേക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും ഗ്രേവി നന്നായി സോക്ക് ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ മസാലാസ് ഇല്ലേ അത് മൊത്തം ഇതിനകത്ത് ആഡ് ചെയ്ത് നന്നായി ഇളക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വേണമെങ്കിൽ നമുക്ക് ഈ ടൈം തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ നല്ല ഗ്രേവി കൺസിസ്റ്റൻസി വേണമെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി വെള്ളം ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ ഇവിടെ അത്രയ്ക്ക് ഒരു ഗ്രേവി കൺസിസ്റ്റൻസി ആക്കുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി ആണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അത് നമ്മൾ ക്ലോസ് ചെയ്ത് കുറച്ചു നേരം കൂടി നന്നായിട്ട് ഒരു 10 മിനിറ്റ്സോളം വേവിച്ചതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാലാണ് ഞങ്ങൾ ഒഴിച്ചിരിക്കുന്നത്. ഫ്രഷ് ക്രീം യൂസ് ചെയ്യുന്ന ആൾക്ക് ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം നോക്ക്, നിങ്ങൾ ആ കറിയുടെ ആ ഒരു ലുക്ക് നോക്ക്. ലാസ്റ്റ് ഒരു ബട്ടറും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഗാർണിഷിംഗ് ആയിട്ടുള്ള മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറി ഇതാ കംപ്ലീറ്റ് ആയി. കണ്ടില്ലേ, ഒരു 10 മിനിറ്റ്സ് കൂടി വേണ്ട നമുക്ക് ഈ ഒരു കറി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഈ കറിയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടി കുറച്ച് ഫ്രൈഡ് റൈസ് ആയാലോ. അപ്പൊ ഞങ്ങൾ പിന്നെ വേറെ പാനായിട്ടൊന്നും എടുക്കാൻ വേണ്ടി സെയിം പാനിൽ തന്നെ കുറച്ച് ബട്ടർ ഇട്ടു. ബട്ടറൊക്കെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഫുൾ റൈസിന് അതിന്റെ ഒരു ഫ്ലേവർ വരും. അത് ഞങ്ങൾക്ക് രണ്ടാക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള വെജീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാം. ഞങ്ങളുടെ കയ്യിൽ ആകെ ബീൻസും ക്യാരറ്റ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞങ്ങൾ അത് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ ആവശ്യമുള്ള കുറച്ച് സോൾട്ട് ഇട്ട് കഴിഞ്ഞ് നമ്മൾ നന്നായി ഒന്ന് സോട്ട് ചെയ്ത് എടുക്കാം. അതൊന്നും ചെറുതായി ഒന്ന് വെന്ത് വരണം, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് 2 പേർക്കും ബസ്മതി റൈസിന്റെ ഫാൻസ് ആണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ ബസ്മതി റൈസ് ഞങ്ങൾ സെപ്പറേറ്റ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വേവിക്കാൻ വെക്കുമ്പോൾ അതിൽ ഉപ്പിടാൻ മറക്കരുത്. അങ്ങനെ ഞങ്ങൾ വേവിച്ച് വെച്ച ബസ്മതി റൈസ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തു. ഈ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ കുറച്ച് സോയാ സോസും കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ഡിഷ് ഒരു മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. ഓക്കെ, ബൈ.